മോർണിംഗ് ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. ബിഗ് ബോസ് വീട് ഒരു കപ്പലാണെങ്കിൽ ആരൊക്കെയാണ് ആ കപ്പലിനെ മുക്കാൻ ശ്രമിക്കുന്നവരും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവരും എന്നതായിരുന്നു ടാസ്ക്. അങ്ങനെ കുറേ പേർ അനുമോളുടെ പേരാണ് പറഞ്ഞത്. ആര്യൻ പറഞ്ഞു, ജിസേലൊക്കെ പറഞ്ഞു അനുമോളാണ് ഇവിടെ മുക്കാൻ വരുന്ന ആൾ എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അനുമോൾ കിച്ചണിലേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്ത് ശൈത്യമുണ്ട്, ആദില നൂറ അവരുണ്ട്. അവരോടാണ് സംസാരിക്കുന്നത്. അവരോട് പറയുന്നുണ്ട്, ഞാനല്ല ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പാണിയാണെങ്കിലും എൻ്റെ മേർക്കാണ് വന്നിരിക്കുന്നത്. എൻ്റെ നേരെ വന്ന് പ്രശ്നമുണ്ടാക്കിയിട്ട് ബാക്കി എല്ലാവരും സേഫ്, പക്ഷെ ഞാനാണ് അവസാനം ഇതിനകത്ത് പെടുന്നത്. എനിക്കതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഉണ്ടാക്കുന്നത് ബിഗ് ബോസ് ആരോടും പറഞ്ഞിട്ടില്ല അയാൾക്ക് ചെറുത് കൊടുക്കുക ഇയാൾക്ക് വലുത് കൊടുക്കുന്നത്. ഇവിടെ എല്ലാവർക്കും തുല്യമായിട്ടാണ്. എന്തുണ്ടാക്കി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കണം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്നെ ഇനി കുറ്റം പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. നിങ്ങളാരും എന്നെ ഇനി നല്ലത് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. എനിക്ക് എന്നെ നന്നായിട്ടറിയാം. എനിക്ക് എൻ്റെ സപ്പോർട്ട് മാത്രം മതി. ഞാൻ ഇനി അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. ഞാൻ ഇനി ഇവിടെ ആരോടും ഇനി ഒന്നും പറഞ്ഞുകൊണ്ട് വരാൻ നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ ആദില നൂറേനോടും അതേപോലെ തന്നെ ശൈത്യനോടൊക്കെ. ശൈത്യമൊക്കെ ആണെങ്കിലും അനുമോളെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ അതിന് തിരിച്ച് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എന്നെ അങ്ങനെയാണ് പറയുന്നത്, നിങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് കുറ്റാണെന്നല്ലേ പറയുന്നത്. ഇനി ആരും എൻ്റെ കൂടെ നിന്ന് സംസാരിക്കേണ്ട, എനിക്ക് ഞാൻ തന്നെ ഉണ്ട്, ഞാൻ തന്നെ മതി എന്നാണ് അനുമോൾ പറയുന്നത്.